ബിഷപ്പ് കുര്യാക്കോസ് മോർ സെവോറിയോസ് തിരുമേനി അടക്കം വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാർ, മലങ്കര സുറിയാനി ജ്ഞാനായ സമുദായ ദിനാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ള മഹാസംഗമമാണ്. ഈ സംഗമത്തിൻ്റെ പ്രത്യേകത ഇവിടെ ബഹുമാനായ അധ്യക്ഷൻ തന്നെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. സ്വാഗത പ്രസംഗത്തിലും അതെടുത്തു പറഞ്ഞു. നമ്മളെല്ലാം വരുമ്പോഴും കണ്ടതാണ്. കാരണം വലിയ തോതിലുള്ള ആളുകൾ ഇവിടെ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയവർ ആ സമയത്ത് റോഡിലുണ്ടായിരുന്നു. ഇവിടെ ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങളെക്കുറിച്ച് ബഹുമാനായ അധ്യക്ഷൻ എടുത്തു പറയുകയുണ്ടായി. പക്ഷെ ആ സൗകര്യങ്ങളെല്ലാം കവച്ചു വെക്കുമാറുള്ള വൻ ജനാവലിയുടെ സാന്നിധ്യമാണ് ഈ പരിപാടിയുടെ ഭാഗമായി ഉണ്ടായിരിക്കുന്നത്. ഈ മഹാസംഗമത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. ഇത് ഇവിടെ പറഞ്ഞതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് നേരിട്ട് കേൾക്കുന്നവരുണ്ട്. എന്നാൽ ഇതേ സമയം തന്നെ ഇവിടെ അല്ലെങ്കിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് കേൾക്കുന്ന സഹോദരങ്ങളുമുണ്ട്. അവരെ എല്ലാവരെയും ചേർത്തുകൊണ്ട് ഈ ഘട്ടത്തിൽ സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. രണ്ട് പ്രധാന പരിപാടികളാണ് ഇന്നിവിടെ നടക്കുന്നത്. സമുദായ ദിനാചരണമാണ്. മറ്റൊന്ന് ബഹുമാന്യനായ ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മോർ സെവേറിയോസ് വലിയ മെത്രാപ്പോലീത്തയുടെ മെത്രാഭിഷേക വാർഷികമാണ്. അതുകൊണ്ട് തന്നെ ഈ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ചടങ്ങാണിത് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ജ്ഞാനായ സമുദായത്തിൻ്റെ ആത്മീയ നായകൻ അഭിവന്ദ്യ കുര്യാക്കോസ് മോർ സെവോറിയോസ് തിരുമേനിയാണ് അധ്യക്ഷനായിട്ട് ഇവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മെത്രാഭിഷേകത്തിൻ്റെ 22ാം വാർഷികമാണിത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെ കാലമായി ഈ സമുദായത്തെ ആത്മീയമായും സാമൂഹികമായും ഉന്നതിയിലേക്ക് നയിക്കുന്നതിൽ അദ്ദേഹം കാട്ടുന്ന ദീർഘവീക്ഷണവും അർപ്പണബോധവും എടുത്തു പറയേണ്ടത് തന്നെയാണ്. സഭയ്ക്കപ്പുറം പൊതുസമൂഹത്തിൻ്റെ ആകെ നന്മക്കായി പ്രവർത്തിക്കുന്ന തിരുമേനിയുടെ മതനിരപേക്ഷ നിലപാടുകൾ മാതൃകാപരമാണ്. തിരുമേനിയുടെ നേതൃത്വത്തിൽ ഈ സമുദായം തുടർന്നും ശക്തമായി ജീവകാരുണ്യ സ്വഭാവത്തോടെ പ്രവർത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കേരളത്തിൻ്റെ സാമൂഹ്യ ഭൂപടത്തിൽ
തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സംഘവുമാണിത്. AD 345 കനായി തോമയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ തുറമുഖത്തിറങ്ങിയ 72 കുടുംബങ്ങളാണ് ഇവിടെ ജ്ഞാനായ സമുദായത്തിന് വിത്തുപാകിയത്. ചേരമാൻ പെരുമാൾ നൽകിയ രാജപദവികളും അടിയുറച്ച വിശ്വാസവും കൈമുതലാക്കി നിങ്ങൾ നടത്തിയ യാത്ര കേരളത്തിൻ്റെ വ്യാപാര, കാർഷിക, സാംസ്കാരിക മേഖലകളിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ വചനങ്ങളിൽ ഒരു പ്രധാന സന്ദേശമുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. അതാണ് ക്രിസ്തുവിൻ്റെ സന്ദേശം. ജ്ഞാനായ സമുദായം കഴിഞ്ഞ നൂറ്റാണ്ടുകളിലുടനീളം ആ വെളിച്ചമായി മാറാനാണ് ശ്രമിച്ചിട്ടുള്ളത്. സ്വന്തം തനിമ കാത്തുസൂക്ഷിക്കുമ്പോൾ തന്നെ നാടിൻ്റെ നന്മയ്ക്കായി സ്വയം സമർപ്പിക്കാനും നിങ്ങൾ തയ്യാറായിട്ടുണ്ട് എന്ന് പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ സംസ്ഥാനം ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ ഇന്ന് ലോകത്തിനാകെ മാതൃകയാണ്. ഇതൊരു സുപ്രഭാതത്തിൽ സംഭവിച്ചതല്ല. തുടർച്ചയായ സാമൂഹ്യ ഇടപെടലുകൾ വഴിയാണ് അത് സാധ്യമായത്. അതിനുള്ള ആദ്യ വിത്തുകൾ പാകിയത് ഇവിടുത്തെ ക്രൈസ്തവ മിഷണറിമാരും നിങ്ങളെപ്പോലുള്ള സമുദായ സംവിധാനങ്ങളുമാണ്. പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്ന വിപ്ലവകരമായ ആശയം നടപ്പാക്കിയതിലൂടെ ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ അറിവിൻ്റെ വെളിച്ചം സാധാരണക്കാരുടെ കുടിലുകളിലേക്ക് എത്തിക്കാൻ ക്രൈസ്തവ സഭകൾക്ക് സാധിച്ചു. സ്കൂളുകളും കോളേജുകളും പ്രൊഫഷണൽ സ്ഥാപനങ്ങളും സ്ഥാപിച്ച് വിജ്ഞാനത്തിൻ്റെ വാതിലുകൾ കൂടുതൽ പേരിലേക്ക് തുറന്നിട്ടു. വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായ ഇത്തരം ഇടപെടലുകൾ കേരളത്തെ സാക്ഷരതയിൽ ഒന്നാമതെത്തിക്കാൻ വലിയ പങ്ക് വഹിച്ചു. ആരോഗ്യരംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങൾക്ക് പിന്നിലും ക്രൈസ്തവ സഭകളുടെ വലിയൊരു സേവന പാരമ്പര്യമുണ്ട്. ലാഭേച്ഛയില്ലാതെ അശരണരായവർക്ക് അഭയവും ചികിത്സയും നൽകിയ അനേകം ആശുപത്രികളും അഗതി മന്ദിരങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. അവ ഇന്നും സമൂഹത്തിന് തണലായി നിലനിൽക്കുന്നു. ഇക്കാര്യങ്ങളിലെല്ലാം ജ്ഞാനായ സമുദായവും കാര്യമായ പങ്കാണ് വഹിച്ചു പോരുന്നത്. നിങ്ങൾ നടത്തിവരുന്ന സേവന പ്രവർത്തനങ്ങൾ ഇനിയും
കൂടുതൽ ശക്തമായി തുടരേണ്ടുന്ന കാലഘട്ടമാണിത്. പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികൾ കൂടി ഏറ്റെടുക്കാൻ സമുദായം സജ്ജമാകണം. കാരണം നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ വലിയ പ്രതിസന്ധി ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. യുവജനങ്ങൾക്കിടയിലെ ലഹരി ഉപയോഗം ഒരു വിഷയമാണ്. ഈ വിപത്ത് ഒഴിവാക്കുന്നതിനായി വിട്ടുവീഴ്ചയില്ലാത്ത ഇടപെടലുകളാണ് സംസ്ഥാനം നടത്തി വരുന്നത്. ഇതിനോട് കൈകോർക്കാൻ എല്ലാവരും തയ്യാറാവണം. സാങ്കേതിക വിദ്യയും നൂതന വിജ്ഞാനവും സാധാരണക്കാരിലേക്ക് എത്തിക്കാനും സമുദായം മുന്നിട്ടിറങ്ങണം. അങ്ങനെ ഒരു വിജ്ഞാന നൂതനത്വ സമൂഹമായി നമ്മുടെ സമൂഹത്തെ പരിവർത്തിപ്പിക്കാനുള്ള ശ്രമത്തിന് ശക്തി പകരും വിധമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ജ്ഞാനായ സമുദായത്തിന് കഴിയണം. അധ്വാനശീലരായ ജനത എന്ന നിലയിൽ കേരളത്തിൻ്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ, പ്രത്യേകിച്ചും മലയോര മേഖലയെ മാറ്റിമറിക്കുന്നതിൽ ജ്ഞാനായ സമുദായം വഹിച്ച പങ്ക് വിസ്മരിക്കാനാവില്ല. മലബാർ കുടിയേറ്റ കാലഘട്ടത്തിലടക്കം വന്യമൃഗങ്ങളോടും മഹാരോഗങ്ങളോടും പ്രതികൂല കാലാവസ്ഥയോടും പടവെട്ടി മണ്ണിൽ പൊന്നു വിളയിച്ച കർഷകരുടെ പിന്മുറക്കാരാണ് നിങ്ങളിൽ പലരും. റബ്ബർ കൃഷി ഉൾപ്പെടെയുള്ള നാണ്യവിളകളുടെ വ്യാപനത്തിൽ നിങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. ഇവയൊക്കെ വിലമതിക്കുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനത്ത് നടത്തി വരുന്നത്. നമ്മുടെ രാജ്യം ലോകത്തിനു മുന്നിൽ അഭിമാനത്തോടെ തലയുയർത്തി നിന്നിരുന്നത് അതിൻ്റെ മതേതരത്വത്തിൻ്റെയും ജനാധിപത്യ മൂല്യങ്ങളുടെയും പേരിലായിരുന്നു. നാനാത്വത്തിൽ ഏകത്വം എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വെറുമൊരു മുദ്രാവാക്യമായിരുന്നില്ല, മറിച്ച് നമ്മുടെ ജീവിതശൈലിയായിരുന്നു. എന്നാൽ സമകാലിക ഇന്ത്യയിൽ ഈ മഹത്തായ പാരമ്പര്യത്തിന് മങ്ങലേൽക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ആസൂത്രിതമായ നീക്കങ്ങളും ആക്രമണങ്ങളും ആശങ്കാജനകമാണ്. രാജ്യത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച മണിപ്പൂരിലെ സംഭവങ്ങൾ തന്നെ നോക്കിയാൽ അത് കാണാനാവും. വംശീയ കലാപത്തിൻ്റെ മറവിൽ നൂറുകണക്കിന് ക്രൈസ്തവ ദേവാലയങ്ങളാണ് അവിടെ അഗ്നിക്കിരയായത്. ആയിരക്കണക്കിന് മനുഷ്യർക്കാണ് തങ്ങളുടെ വീടും നാടും ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നു. വടക്ക് കിഴക്ക് മാത്രമല്ല, പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. അവിടങ്ങളിൽ നിന്ന് വരുന്ന വാർത്ത തീർത്തും ആശങ്കാജനകവുമാണ്. ക്രൈസ്തവ മുസ്ലിം ആരാധനാ സ്വാതന്ത്ര്യത്തിന് നേരെ വർഗീയ ശക്തികളുടെ നഗ്നമായ കടന്നുകയറ്റമാണ് നടക്കുന്നത്. വീടുകളിലും പ്രാർത്ഥനാ ഹാളുകളിലും സമാധാനപരമായി നടക്കുന്ന പ്രാർത്ഥനാ യോഗങ്ങളിലേക്ക് വർഗീയ ശക്തികൾ
ഇരച്ചു കയറുന്നു. പുരോഹിതന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കുന്നു. ബൈബിളടക്കം കത്തിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. ചില ഗ്രാമങ്ങളിൽ ക്രിസ്ത്യാനികൾക്ക് റേഷൻ നിഷേധിക്കുന്നു. പൊതു കിണറുകളിൽ നിന്നുള്ള കുടിവെള്ള ഉപയോഗം തടയുന്നു. ഇതെല്ലാം രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ നടക്കുകയാണ്. എന്തിനേറെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശമുയർത്തുന്ന ക്രിസ്മസ് ആഘോഷങ്ങൾ പോലും തടസ്സപ്പെടുത്തുന്ന നിലയുണ്ടായില്ലേ? ക്രിസ്മസ് കരോൾ സംഘങ്ങളെ ആക്രമിക്കുന്നതും അലങ്കാരങ്ങൾ നശിപ്പിക്കുന്നതും കണ്ടില്ലേ? ഇതൊക്കെ ഒരു പരിഷ്കൃത സമൂഹത്തിൽ നടക്കേണ്ടതാണോ? ക്രിസ്മസ് എന്നത് ഒരു വിഭാഗത്തിൻ്റെ മാത്രം ആഘോഷമല്ല. അത് മനുഷ്യ സാഹോദര്യത്തിൻ്റെ ഉത്സവമാണ്. ഇങ്ങനെ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളെ പറത്തേണ്ട വേളകളിൽ വിദ്വേഷത്തിൻ്റെ കരുതൽ വീഴ്ത്താൻ ചിലർ ശ്രമിക്കുകയാണ്. ഇത്തരം ആക്രമണങ്ങളെല്ലാം ഭരണകൂട ഒത്താശയോടെയാണ് നടക്കുന്നത് എന്നതാണ് ഗൗരവമായ കാര്യം. അടുത്തിടെ പുറത്തു വന്ന ഇന്ത്യ ഹാറ്റ് ലാബ് റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് ഇത് ശരിവെക്കുകയാണ്. ഇന്ത്യ ഹേറ്റ് ലാബ് റിപ്പോർട്ട് പറയുന്നത് 2025 ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ വിദ്വേഷ പ്രചരണങ്ങളിൽ ഗണ്യമായ വർധനവുണ്ടായി എന്നാണ്. മുൻപൊക്കെ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ മാത്രം ഉപയോഗിച്ചിരുന്ന വർഗീയ തന്ത്രം ഇപ്പോൾ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ ആയുധമായി മാറിയിരിക്കുന്നു. 2025 മാത്രം 1318 വിദ്വേഷ പ്രസംഗങ്ങളുണ്ടായി. പോയ വർഷത്തെ അപേക്ഷിച്ച് 13% വർധനം. ഇതിൽ ക്രൈസ്തവ ജനതയെ ലക്ഷ്യമിട്ട് നടത്തിയ പ്രസംഗങ്ങളിൽ 41% വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായ ജനവികാരം ഉയർന്നു വരേണ്ടതുണ്ട്. വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ സ്നേഹം കൊണ്ടും അക്രമം നടത്തുന്നവർക്കെതിരെ വിശ്വസിക്കാവുന്ന മതേതര ശക്തികളെ ആകെ ഒരുമിപ്പിച്ചുള്ള ജനാധിപത്യപരമായ പ്രതിരോധം കൊണ്ടും നമുക്ക് മറുപടി നൽകേണ്ടതുണ്ട്. എന്നാൽ ഈ ഇരുണ്ട കാലഘട്ടത്തിൽ പ്രത്യാശയുടെ തുരുത്തായി നമ്മുടെ കേരളം തലയുയർത്തി നിൽക്കുന്നു. എന്തുകൊണ്ടാണ് കേരളം വ്യത്യസ്തമാകുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ സാമൂഹിക ഘടന തന്നെ മതനിരപേക്ഷതയിൽ കെട്ടിപ്പടുത്തതാണ്. ഒരേ മതിൽ പങ്കിടുന്ന ക്ഷേത്രങ്ങളും മോസ്കുകളും പള്ളികളും നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയും. അവിടെ ഉയരുന്ന പ്രാർത്ഥനകളിൽ പരസ്പരം ലയിച്ചു ചേരുന്നത് സാഹോദര്യത്തിൻ്റെ സംഗീതമാണ്. ഓണവും ക്രിസ്മസും ഈദുൽ ഫിത്തറും നമ്മൾ ആഘോഷിക്കുന്നത് ഒരു മതത്തിൻ്റെ മാത്രം ആഘോഷമായല്ല, മറിച്ച് ഒരു നാടിൻ്റെ ഒന്നാകെ ആഘോഷമായാണ്. നമ്മുടെ കേരളം ലോകത്തിന് മാതൃകയാകുന്നത് ഇവിടുത്തെ മതനിരപേക്ഷത കൊണ്ടാണ്. ഇതിന് കാവൽ നിന്നിട്ടുണ്ട് വിട്ടുവീഴ്ചയില്ലാതെ
നമ്മുടെ സംസ്ഥാനത്തെ ഭരണ സംവിധാനങ്ങൾ. കഴിഞ്ഞ 10 വർഷക്കാലത്തെ അനുഭവമെടുത്താൽ ഒരു തരത്തിലുള്ള വർഗീയ സംഘർഷവും നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, മറ്റു തരത്തിലുള്ള ആക്രമണങ്ങളും ചേരിതിരിഞ്ഞുള്ള പോരാട്ടങ്ങളുമെല്ലാം വലിയ തോതിൽ ശമിപ്പിക്കാൻ കഴിഞ്ഞുവെന്നാണ് കാണാൻ നമുക്ക് സാധിക്കുക. ചിലര് ചേരിതിരിഞ്ഞുകൊണ്ട് നേരത്തെ നടത്തിയിരുന്ന ഒട്ടേറെ ആക്രമണങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ഉയർന്നു വന്നതും നമ്മുടെയെല്ലാം ഓർമ്മയിലുണ്ടാകും. എന്നാൽ എല്ലാ കാര്യത്തിലും കൃത്യമായ സമീപനം, തെറ്റ് ചെയ്യുന്നതിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്, ആരെയും പ്രത്യേകമായി സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കാതിരിക്കൽ, നിയമത്തിൻ്റെ കണ്ണിൽ എല്ലാവരും തുല്യരാണ് എന്ന കാഴ്ചപ്പാട്, അത് കൃത്യമായി നടപ്പാക്കിയപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം വലിയ കുറവ്. അതിൻ്റെ ഭാഗമായി നല്ല തോതിൽ ശാന്തിയും സമാധാനവും പുലരുന്ന ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറിക്കഴിഞ്ഞു. ഇന്ന് ഈ രാജ്യത്ത് ഇതുപോലെ ക്രമസമാധാന നില ഭദ്രമായ പൊതുജീവിതം ശാന്തിയോടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു നാട് വേറെ അധികം കാണാൻ നമുക്ക് കഴിയില്ല. വർഗീയ ശക്തികൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും വിഭാഗീയതയുടെ വിത്താണ് പാകുന്നത്. അപ്പോൾ കേരളം അതിനെയെല്ലാം പ്രതിരോധിച്ച് നിൽക്കുകയാണ്. ഇവിടെ വർഗീയ സംഘടനകളില്ലാത്തത് കൊണ്ടല്ല കേട്ടോ. ചില വർഗീയ സംഘടനകൾ രാജ്യത്തെ തന്നെ ഏറ്റവും കരുത്തുറ്റ സംഘടനാ രൂപം കേരളത്തിലാണ് എന്ന് അവകാശപ്പെടാറുണ്ട്. അവരെല്ലാം നേരത്തെ ചില കാര്യങ്ങൾ ഇവിടെ നടത്തിയത് നമ്മുടെ എല്ലാം മനസ്സിലുള്ളതാണ്. എന്നാൽ അത്തരം ആളുകൾക്ക് തലപൊക്കാനാകുന്നില്ല. കാരണം അങ്ങനെ തലപൊക്കിയാൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് വർഗീയ ശക്തികളോട് സ്വീകരിക്കും. അതാണ് കേരളത്തിൽ സമാധാനം നിലനിൽക്കുന്നതിനിടയാക്കിയത്. വർഗീയ സംഘർഷമില്ലാത്ത, വർഗീയ കലാപമില്ലാത്ത ഒരു നാടായി ഈ കഴിഞ്ഞൊരു ദശാബ്ദക്കാലം കേരളത്തിൽ നിലനിൽക്കാൻ കഴിഞ്ഞത് വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ചതുകൊണ്ടാണ്. നമ്മുടെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരവരുടെ വിശ്വാസവുമായി ജീവിക്കാൻ കേരളത്തിൽ കഴിയും. അതോടൊപ്പം തന്നെ സഹോദരങ്ങളെപ്പോലെ സഹോദരങ്ങളായി എല്ലാവർക്കും പരസ്പരം സഹകരിക്കാൻ കേരളത്തിൽ കഴിയുന്നു. ഈ മണ്ണിൽ മാത്രമാണ് ഇത്തരമൊരവസ്ഥ നിലനിൽക്കുന്നത് എന്ന് നാം കാണണം. ഭേദചിന്തയില്ലാതെ സഹോദരങ്ങളായി ജീവിക്കാൻ കഴിയുന്ന അവസ്ഥ ഈ മണ്ണിൽ മാത്രം നിലനിൽക്കുകയാണ്. മതനിരപേക്ഷത എന്നത് കേവലമായ ഒരു വാക്കല്ല, അത് കേരളത്തിൻ്റെ ജീവവായുവാണ്. ഇത് സംരക്ഷിക്കാനാണ് നമ്മുടെ സംസ്ഥാനം പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കുന്നത്. വർഗീയത അത് ഏത് ഭാഗത്തു നിന്നായാലും ഏത് രൂപത്തിലായാലും അതിനോട് സന്ധിയില്ലാത്ത സമീപനമാണ് നാം സ്വീകരിച്ചു പോരുന്നത്.
വർഗീയത ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും അത് നാടിനാപത്താണ്. രണ്ടും പരസ്പര പൂരകവുമാണ്. അതുകൊണ്ട് തന്നെ മതസ്പർദ്ധ വളർത്താൻ ശ്രമിക്കുന്ന ഇത്തരം ശക്തികൾക്കെതിരെ ഇവിടെ മുഖം നോക്കാതെ നടപടിയെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഭയവുമില്ലാതെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ ആരാധനാലയങ്ങൾക്കും മതസ്ഥാപനങ്ങൾക്കും നേരെ ആരുടെയും കൈ ഉയരില്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പരീക്ഷിച്ച വിദ്വേഷ രാഷ്ട്രീയം പല രൂപത്തിൽ കേരളത്തിലേക്കും ഇറക്കുമതി ചെയ്യാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. മനുഷ്യത്വമാണ് വലുത് എന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയും അവർക്ക് കാവലായി നിൽക്കുന്ന സംസ്ഥാന സർക്കാരുമാണ് കേരളത്തിൽ ഉള്ളത്. അതുള്ളിടത്തോളം കാലം ഇത്തരക്കാരുടെ ഒരജണ്ടയും ഇവിടെ നടപ്പാക്കാൻ പോകുന്നില്ല. വർഗീയ ശക്തികളുമായി സന്ധി ചെയ്യുന്ന ഒരു നടപടിയും ഉണ്ടാകില്ല എന്നുകൂടി അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമ്മുടെ സംസ്ഥാനം വികസന ക്ഷേമരംഗങ്ങളിൽ കൈവരിച്ച നേട്ടങ്ങളെ ലോകം അത്ഭുതത്തോടെയാണ് കാണുന്നത്. രാജ്യത്തിന് മാതൃകയാകും വിധം നമ്മുടെ നാട് അതിദാരിദ്ര്യമുക്തമായി മാറിക്കഴിഞ്ഞു. ലോകത്ത് തന്നെ അപൂർവം രാജ്യങ്ങൾ മാത്രമേ അതിദാരിദ്ര്യമുക്താവസ്ഥ നേടിയിട്ടുള്ളൂ. ഇവിടെ ആദരണീയനായ ആർച്ച് ബിഷപ്പ് നേരത്തെ സംസാരിക്കുമ്പോൾ വീടുകളുടെ കാര്യം പറയുകയുണ്ടായി. ലൈഫ് മിഷനിലൂടെ 4.25 ലക്ഷത്തിലധികം വീടുകൾ ഇപ്പോൾ നിർമ്മിച്ചു കഴിഞ്ഞു. അവിടെ ആളുകൾ കുടുംബങ്ങൾ താമസിക്കുന്നു. അടുത്ത മാസം അതിൻ്റെ എണ്ണം 5 ലക്ഷം കവിയാൻ പോവുകയാണ്. ഇത് നമ്മുടെ രാജ്യത്ത് മറ്റെവിടെയെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമല്ല. നമ്മുടെ രാജ്യത്ത് പലയിടത്തും ബുൾഡോസറുകൾ ഉപയോഗിച്ച് വീടുകൾ തകർക്കുമ്പോഴാണ് നമ്മളിവിടെ പാവപ്പെട്ടവർക്ക് വീടുകൾ നിർമ്മിച്ച് നൽകുന്നത് എന്നത് പ്രത്യേകം ഓർക്കേണ്ടതാണ്. നമ്മുടെ ആരോഗ്യരംഗം ഇന്ന് ലോക നിലവാരത്തിലാണ്. ഈ കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലം കൊണ്ട് വലിയ ഉയർച്ച കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തിനുണ്ടായിരിക്കുന്നു. ലോകത്ത് സമ്പൽ സമൃദ്ധം എന്ന് പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്ന രാഷ്ട്രമാണല്ലോ അമേരിക്ക. അമേരിക്കയുടെ നവജാത ശിശുമരണ നിരക്ക് 5.6. നമ്മുടേതോ കേരളത്തിൻ്റേത് 5. അതായത് നവജാത ശിശുക്കളുടെ മരണത്തിൽ അതിൻ്റെ നിരക്കിൽ അമേരിക്കയെ കവച്ചു വെക്കാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിഞ്ഞിരിക്കുന്നു. രാജ്യത്ത് അത് 25 രാജ്യത്തിൻ്റെ ശരാശരി. അപ്പോൾ എത്ര വലിയ നേട്ടം ആണിത് എന്നത് നാം കാണേണ്ടതാണ്. നിങ്ങൾക്കറിയാം, കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അപൂർവമായ ശസ്ത്രക്രിയകളടക്കം നടക്കുന്ന കാര്യം. മികവ് എത്രത്തോളം വർദ്ധിച്ചിരിക്കുന്നു എന്നത് നേരിട്ടറിയാവുന്നവരാണ് നിങ്ങൾ. അടുത്ത നാളിലാണ് ഒരു ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നത്. അതും രാജ്യത്ത് ആദ്യമായുള്ള ഒന്നാണ്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം വലിയ തോതിൽ ശാക്തീകരിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ വിദ്യാലയങ്ങൾ ഹൈടെക്കായി, ക്ലാസ് മുറികൾ
സ്മാർട്ട് ക്ലാസ് റൂമുകളായി. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു. അസാധ്യം എന്ന് പലരും കണക്കാക്കിയിരുന്ന പല കാര്യങ്ങളും യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇതിനെല്ലാം ഇടയാക്കിയത് ജനങ്ങൾ നൽകിയ പിന്തുണയാണ്. ആ പിന്തുണയുടെ ഭാഗമായി ഇത്തരം നടപടികൾ നല്ല നിലക്ക് സ്വീകരിക്കാൻ സർക്കാരിന് കഴിഞ്ഞതുകൊണ്ടുമാണ്. ക്ഷേമ പെൻഷനുകൾ മുടക്കമില്ലാതെ നൽകാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. 1600 നിന്ന് 2000 രൂപയിലേക്ക് അത് ഉയർത്താൻ നമുക്ക് കഴിഞ്ഞു. ദുരന്തമുഖങ്ങളിൽ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നാം മുന്നോട്ട് പോകുന്നത്. വയനാട് ദുരന്തം നമുക്കറിയാം, മുണ്ടക്കൈ ചേറുമല ദുരന്തം. ആ ദുരന്തത്തിൽ നാം കേന്ദ്ര സഹായം പ്രതീക്ഷിച്ചു, പക്ഷേ നമുക്കത് ലഭിച്ചില്ല. എന്നാൽ അടുത്ത മാസം ആ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായുള്ള ടൗൺഷിപ്പ് പൂർത്തിയായി അവിടുത്തെ ദുരന്തത്തിനിരയായ കുടുംബങ്ങളെ പുതിയ വീടുകളിൽ താമസിപ്പിക്കാനാകുമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളിൽ വലിയ സഹായമാണ് ജ്ഞാനായ സമുദായം വഹിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് നിങ്ങളുടെ കൂട്ടത്തിലുള്ള പ്രവാസികൾ ഇത്തരം കാര്യങ്ങളിൽ നല്ലതുപോലെ സഹകരിക്കാനും പിന്തുണ നൽകാനും തയ്യാറായിട്ടുണ്ട്. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാലും നിങ്ങളുടെ മനസ്സ് ഈ നാടിനോടൊപ്പമുണ്ട് എന്ന് നാം തിരിച്ചറിഞ്ഞ അനേക ഘട്ടങ്ങളുണ്ട്. അതിനിയും അങ്ങനെ തന്നെ തുടരാൻ നമുക്ക് കഴിയണം. ഇവിടെ നമ്മുടെ നാട് സ്നേഹത്തിലും സാഹോദര്യത്തിലും അധിഷ്ഠിതമായ ഒരു മതനിരപേക്ഷ വികസിത നവകേരളം കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. ആ കാര്യത്തിൽ നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാനാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ മഹാസംഗമം ഉദ്ഘാടനം ചെയ്തതായും ബഹുമാന്യനായ ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മോർ സേവേറിയോസ് തിരുമേനിക്ക് ഇനിയും ദീർഘകാലം നല്ല ആരോഗ്യത്തോടെ സഭയ്ക്ക് നേതൃത്വം നൽകാനും ജനങ്ങളെ സേവിക്കാനും കഴിയട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.